ഹേ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ, അതായത് ഭാവുനഗറിൽ പരവടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ ചില ഹൈലൈറ്റ് വീഡിയോകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പഞ്ഞി ഉണ്ടാക്കുന്ന സംഭവമാണ്. അതായത് ഈ ഒരു ഡാലിൽ നിന്നും, ഇതിന് ഡാലെന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പൈപ്പ്. അപ്പോൾ അതിൻ്റെ ഇതിൽ നിന്നും എങ്ങനെയാണ് പഞ്ഞി എടുക്കുന്നതെന്നാണ് കണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 10 മിനിറ്റ് ദൂരം കൂടെ ഉണ്ട് എന്നാണ്. അങ്ങനെ ഈ ഹൈലൈറ്റ് വീഡിയോന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയും പറയാം. ഇത് ഞങ്ങൾ ഇടയ്ക്ക് എടുത്ത റീലുകളാണ്. റീൽസിൻ്റെ ഫസ്റ്റ് ട്രയലാണിത്. ഇത് 2ാമത്തെ റീലായിരുന്നു. ഈ റീലുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. 9 to 5 കോ വൈബ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിനെപ്പറ്റി കാണാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസായിട്ട് നമ്മളെടുത്ത വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടതെന്നും അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തതിന് ശേഷമുണ്ടാകും. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീൽസിൻ്റെ വീഡിയോസ്. അങ്ങനെ പല ടേക്കുകളിലായിട്ട് നമ്മളെടുത്ത വീഡിയോസാണിത്. ഫൈനൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചുമ്മാ, അതായത് നാട്ടിൻ്റെ ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ എന്താ പറയുന്നത്, കേരളത്തിലെ ഒരു സ്ഥലം പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ഡെവലപ്മെൻറ്റുകളൊക്കെ കുറച്ചേ ഉള്ളൂ, എങ്കിലും എന്താ പറയുന്നത്, അത്ര പിന്നോട്ടുമല്ല. പക്ഷേ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പല രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളുമാണ് അവിടെ ഉള്ളത്. ഇത് ഞങ്ങളുടെ അടുത്ത ഒരു ഷോട്ടിൻ്റെ, അതായത് അടുത്തൊരു റീൽസിൻ്റെ ഷോട്ടാണ്. അത് പല എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. ഇത് ഷോട്ട് 1 ആയിരുന്നു. അത് ശരിയായില്ല. അപ്പോൾ വീണ്ടും ഷോട്ട് 2ാമത്തെ ഷോട്ടിലേക്ക് പോയി. അതും അറിഞ്ഞതുകൊണ്ട് ഇതും ശരിയായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഷോട്ടിലേക്ക് പോയി. നമ്മൾ ആളെ ചേഞ്ച് ചെയ്തു, പാത്രം മേടിക്കുന്ന ആളെ. അതുകൊണ്ട് അങ്ങനെ അത് സക്സസ് ആയി. ഇത് പിന്നെ നമ്മൾ ന്യൂ ഇയർ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മറ്റൊരു റീൽ, ഹാപ്പി ന്യൂ ഇയർ റീൽ. ഈ ഒരു കഥ കണ്ടോ, നമ്മുടെ പഴയ കാലത്തെ നാട്ടിലൊക്കെ ഈ ഒരു വീടുണ്ടോ എന്ന്, ഇങ്ങനത്തെ ഒരു ഡോറുണ്ടോ എന്ന് അറിയാൻ പോലുമില്ല. ഇത് ഇവിടുത്തെ ഒരു രീതിയാണ് ഗുജറാത്തിലെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ അവർക്ക് 5 പേർക്കും ഇതാ കാണുന്ന ഓരോ റൂമും ഓരോ വീടുകളാണ്. അതായത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് പോലെ. അതിൽ തന്നെ അടുക്കളയും അങ്ങനെയുള്ള റൂമും ഹാളും എല്ലാം ഉണ്ട്. തന്നെ താമസിക്കുന്നത് ഒരുമിച്ച് തന്നെ. പിന്നെ ചിലയിടത്ത് ഫുഡ് ഒരുമിച്ച് തന്നെ ഒക്കെയാണെന്നാണ് പറയുന്നത്. ഇത് പണ്ടത്തെ രീതിയാണ്. അതായത് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തെ ശകലം മേലിൽ വെക്കുക. നമ്മളിരിക്കുന്നതിന് മുകളിലായിരിക്കണം ഭക്ഷണം. ആ ഒരു ഭക്ഷണത്തോട് വേണ്ടിയുള്ള റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു തന്നത്. അത് നമ്മളും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇത് പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ നാട്ടിലുള്ള പോലെ തന്നെ ബൽബറി എന്നാണല്ലോ പറയുന്നത്. അതെ, ആ ഒരു ചെടിയാണ് കണ്ടത്. അവിടെ നിന്ന് ഞാനും 2 പറിച്ചു. ഒന്ന് തിന്ന് നോക്കി, കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്നും ഇറങ്ങി. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പഴയ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജയിലിൻ്റെ ഇതുപോലൊക്കെ തോന്നിക്കും നമുക്ക്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ, അതായത് ഒരു ഗാവ് അല്ലെങ്കിൽ ഒരു വില്ലേജാണിത്. അങ്ങനെ ഈ വില്ലേജിൻ്റെ പൂർണ്ണകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ഥലവും അവരുടെ വീടുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണും. ഈ അമ്മൂമ്മമാരിൽ നിന്ന് ഉണ്ടാക്കുന്ന, ഇവിടെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ വർഷത്തിൽ ഇവർക്ക് ഏകദേശം 20 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് അവർ ഈ പഞ്ഞി ഇങ്ങനെ ചെയ്ത് സമ്പാദിക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും എന്തേ ഇവർ ഇതുപോലത്തെ വീട്ടിൽ കിടക്കുന്നു എന്നുള്ളത്. ഇവിടുത്തെ, അതായത് ഗുജറാത്തുകളുടെ ഗാവ്, അതായത് വില്ലേജിലുള്ളവരുടെ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെഡ് മണിയിലല്ല വിശ്വസിക്കുന്നത്. ഡെഡ് മണി ഇൻ ദ സെൻസ്, നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അവർ
ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. മുമ്പോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്നും കൂടുതൽ സമ്പാദിച്ചതിന് ശേഷം മാത്രമാണ് അവർ വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 10 മടങ്ങെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ആദ്യത്തെ മടങ്ങ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കൂ. അങ്ങനെ അവരുടെ തിങ്കിങ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അതാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഇതിലേക്ക് തന്നെ ഗുജറാത്തികൾ വരാനുള്ളൊരു കാരണവും. അപ്പം നമ്മളിവിടെ നിന്നും യാത്ര തുടങ്ങി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റത്തും കൂടി യാത്രയുണ്ട്. അങ്ങനെ ഞാനും കയറിയാണ് വണ്ടിയിലേക്ക്. മൊബൈലില്ലാത്തൊരു കാലമാണത്. എല്ലാവരുടെയും മൊബൈലില്ലാത്തതുകൊണ്ടായിരിക്കും എല്ലാവരും ഇരുന്ന കാര്യം പറയുന്നു. അവർ തമ്മിലുള്ള ഒരു സ്നേഹം അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ജനറേഷൻ മൊബൈലിൽ കൊണ്ടു നടക്കുമ്പോൾ പഴയ ആളുകൾ ജനറേഷൻ ഇതിപ്പോൾ തന്നെയാണ് എങ്കിൽ പോലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമല്ല. ഇത് ഒത്തിരി 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 പഴയ ഒരു ഏരിയയാണ്, വില്ലേജാണിത്. കുഗ്രാമം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല അവിടെ, അതുപോലെ. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം 8 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. നവ്യ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ വീടിൻ്റെ പേരാണ് നവ്യ. ഇത് മനോഹരമായ ഗാർഡൻ, അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റപ്പുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കിടക്കുകയാണ്. ഇത് ആ വീടിൻ്റെ ബാക്ക് വശമാണ്. എത്രയാണോ ഫ്രണ്ട് വശമുള്ളത് അതേപോലെ തന്നെ അത്രയും ബാക്ക് വശത്തുണ്ട്. ലാസ്റ്റ് കാണുന്നത് സെർവൻ്റ് റൂമാണ്. അവിടെയാണ് ഈ വീട്ടിൽ സെർവൻ്റ് താമസിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് 10 വണ്ടി ഇടാവുന്ന അത്ര സ്ഥലമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചെറിയ അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ വലിയൊരു ഉദ്ദേശമാണ്. ഇതാണ് ജയേഷ് സാറിൻ്റെ വീട്. അതായത് ഈ വീട്ടിൽ നിന്ന് ഈ ഏരിയയിൽ, ഈ വില്ലേജിൽ പഠിച്ചു വളർന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തെ പടുത്തു വരുത്തിയ ജയേഷ് ദേശായി എന്ന് പറയുന്ന ജയേഷ് സാർ, അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഏകദേശം 10,000 കോടിയിലേറെയാണ് ആസ്തിയുള്ളത്. ഏകദേശം 5,000-ൽ പരം സ്റ്റാഫും അതിൽ തന്നെ 20,000-ൽ പരം ഫാമിലി മെമ്പേഴ്സും ഉള്ള ആ ഒരു കമ്പനിയുടെ ഓണർ ആയിരുന്ന ജയേഷ് സാറിൻ്റെ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതല്ല, വിൽ പവർ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ബിസിനസ് ചെയ്യാനുള്ള ഒരു മനക്കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാരനാകാമെന്നുള്ള ഇതാണ് ദേശായി നിവാസ്. ഇവിടെയാണ് അദ്ദേഹം എൻ്റെ എന്താ പറയുന്ന പഴയ വീടായിരുന്നു. അതൊരു ഇപ്പോൾ ഒരു എന്താ പറയുന്ന കുടുംബ ക്ഷേത്രം പോലെ ആക്കിയിട്ടുണ്ട്. അതായത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ ഷോപ്പിൽ വന്ന് ഈ പൊട്ടറ്റോ ചിപ്സ്, അതായത് നമ്മുടെ കിഴങ്ങിൻ്റെ ചിപ്സ് വിൽക്കുകയായിരുന്നു അദ്ദേഹം പണ്ട്. ഇവിടെ നിന്നുമാണ് ഇന്ന് സ്വന്തമായി ഫ്ലൈറ്റുകളും ഒക്കെയുള്ള വാങ്ങിച്ച ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനായി മാറിയ ജയേഷ് സാർ. നമുക്ക് ശരിക്കും ഒരു വലിയ റെസ്പെക്റ്റ് തന്നെയാണത്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് കേട്ടോ.